Hello friends, welcome to my YouTube channel Haru and Tanu. തക്കാളി കൊണ്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു സൈഡ് ഡിഷിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇത് ചോറ്, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം എല്ലാത്തിൻ്റെ ഒപ്പം ഒരു കിഡിലൻ കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് 5 തക്കാളി ചെറിയ പീസസ് ആയിട്ട് നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു പാൻ അഥവാ കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു തക്കാളി കൂട്ടിന് നല്ലൊരു ടേസ്റ്റ് തരുന്നത് നല്ലെണ്ണയാണ്. തീർച്ചയായിട്ടും നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി നന്നാക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എളുപ്പം നന്നാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. തക്കാളി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് വളരെ എളുപ്പം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ 2-3 ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. തക്കാളി വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഉലുവയും കായവും ഒന്ന് വറുത്തെടുക്കുകയാണ്. എൻ്റെ അടുത്തുള്ളത് ഇതുപോലെ കട്ടക്കായമാണ്. 1/4 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ട് നമുക്ക് ഉലുവയും കായവും ഒന്ന് വറുത്തെടുക്കാം. ചെറിയ ഒരു കട്ടക്കായവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയുമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഉലുവയുടെയും കായത്തിൻ്റെയും പൊടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു തക്കാളി കൂട്ടിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിയായിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ ഉലുവയും കായവും പൊടിച്ചെടുക്കുകയാണ്. തക്കാളി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കായവും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത നിറമുള്ള തക്കാളി എടുത്തേക്കുന്നത് കാരണം നമ്മുടെ കൂട്ടിന് നല്ലൊരു കളറുണ്ട്. കണ്ടോ, നല്ല ചുവന്ന നിറമുണ്ട്. അവസാനമായിട്ട് നമ്മളിവിടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കായവും ചേർത്ത് കൊടുക്കാം. ഉലുവയും കായവും ചേർത്തതിന് ശേഷം നല്ലൊരു വാസന വരും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കടുക് വറക്കണം. ഉലുവയും കായവും വറുത്ത് അതേ സോസ് പാനിലാണ് കേട്ടോ ഞാൻ കടുക് വറക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ലെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ താളിച്ചത് നമുക്ക് തക്കാളി കൂട്ടിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണല്ലേ. വെള്ളയപ്പത്തിൻ്റെ ഒപ്പമാണ് ഞാനിന്ന് തക്കാളി കൂട്ട് സെർവ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് Haru and Tanu. Bye.